സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ വീണ്ടും വർധനവ്. 24 മണിക്കൂറിനിടെ 265 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേസമയം വൈറസ് ബാധിച്ച ഒരാൾ കൂടി മരിക്കുന്ന സാഹചര്യമുണ്ട്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. വിഷ്ണു, ഈ കോവിഡുമായി ബന്ധപ്പെട്ട ആശങ്ക വർദ്ധിക്കുന്നൊരു സാഹചര്യം. കഴിഞ്ഞ ദിവസം 300, ഇപ്പോഴിതാ 24 മണിക്കൂറിനിടെ 265. പരിശോധനകൾ കൂടുന്തോറും രോഗികളുടെ എണ്ണവും കൂടുകയാണ്. അതും എല്ലാം ഈ പുതിയ വകഭേദം തന്നെയാണോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? വ്യാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. 265 പേർക്കാണ് ഇന്നത്തെ കണക്ക് പ്രകാരം കോവിഡ് സ്ഥിരീകരിച്ചത്. പരിശോധനകൾ കൂടുന്നതിനോടൊപ്പം കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നത് തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒമിക്രോൺ വകഭേദം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ഇപ്പോൾ കണ്ടെത്തുന്നത് ഒമിക്രോൺ വകഭേദമല്ല. സാധാരണഗതിയിൽ കോവിഡ് രോഗികൾ എന്നുള്ള റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഇന്ന് 265 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് സംസ്ഥാനത്തിൻ്റെ കണക്കാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഈ കണക്കുകൾ വന്നിട്ടുള്ളത്. 328 കേസുകളാണ് ഇന്നും പൂർണ്ണമായും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 265 കേസുകൾ കേരളത്തിൽ നിന്നാണെന്ന് പറയേണ്ടത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം 300 പേർക്കാണ് കോവിഡ് രോഗം വ്യാപനം ഉണ്ടായത്. അതിനു മുൻപ് ഇതേപോലെ 292 പേർക്കും അതുപോലെ 115 പേർക്കും കോവിഡ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ കോവിഡ് വ്യാപനത്തിൻ്റെ കണക്ക് പ്രകാരം ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 300 ആണെങ്കിൽ ഇന്ന് 265 ആയി കുറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ വ്യാപന നിരക്ക് സാധാരണഗതിയിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വളരെ ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വലിയൊരു ശതമാനം, ഏകദേശം 80% രോഗികളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യം. അത് പക്ഷേ വേറൊരു കാര്യമുണ്ട്. കഴിഞ്ഞ ഈ കൊറോണ മഹാമാരിയുടെ കാലത്തും അത് തന്നെയായിരുന്നു വിഷ്ണു. മഹാമാരിയുടെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പരിശോധന നടത്താനുള്ള സംവിധാനം കേരളത്തിലാണ് കൂടുതലായുള്ളത്. ജനങ്ങളെല്ലാം അതേ സംബന്ധിച്ച് അവെയറാണ്. അതുകൊണ്ട് കൂടുതൽ പരിശോധന നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മറ്റുള്ളിടത്ത് പരിശോധനകൾ കുറവാണ്. അതുകൊണ്ടാണ് അത്തരത്തിൽ കേരളത്തിൽ രോഗികളുടെ എണ്ണം കൂടുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. പരിശോധനകൾ കൂടുതൽ കേരളത്തിലാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ രോഗികളുടെ വ്യാപന നിരക്ക് കണ്ടെത്താൻ കഴിയുന്നു എന്ന് പറയുന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഓരോ ദിവസവും കോവിഡ് വ്യാപനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നിലവിലുള്ള ആശങ്ക. ഏതായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ആരോഗ്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്നാലും ഓരോ ദിവസങ്ങളിലും രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം. ഏതായാലും ആശുപത്രികളിൽ വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കോവിഡ് രോഗികളെ ഐസൊലേഷൻ വാർഡുകളിലേക്ക് മാറ്റാനുള്ള സൗകര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ രോഗസാധ്യത, അതായത് രോഗത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്താനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ രോഗം പടരാതിരിക്കാനുള്ള സാഹചര്യവും കണക്കാക്കി നോക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ കോവിഡ് വ്യാപനം വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യം. അജിംഷാദ്. ശരി വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ.